ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ മറ്റ് ടോപ്പിക്കുകളിലേക്കെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് വെൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ വെൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതായത് ഇതൊരു ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ് കേട്ടോ. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ഇങ്ങനെ രണ്ട് മെറ്റീരിയലുകൾ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ എന്താണ്? ഏതെങ്കിലും ഒരു ചിലപ്പോൾ എന്താണ് മൈൽഡ് സ്റ്റീൽ ആയിരിക്കും, ചിലപ്പം കാസ്റ്റ് അയൺ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിരിക്കും ഇവയല്ലേ. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലുകൾ തമ്മിൽ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെറ്റീരിയലുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കണം. അതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇങ്ങനെ ജോയിൻ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിങ്. ഇങ്ങനെ ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഈ ഹീറ്റോ പ്രഷറോ കൊടുത്തിട്ട് അതിനെ കൂളിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ രണ്ട് മെറ്റീരിയലുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്തുകൊണ്ട് ഉരുക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ജോയിനിങ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വെൽഡിങ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് മെറ്റൽസിലോ തെർമോ പ്ലാസ്റ്റിക്സിലോ ഒക്കെയാണ് നടത്തുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആകുന്ന ഒരു വെൽഡഡ് ജോയിൻറ്റിനെ എന്താണ് റെഫർ ചെയ്യാറുള്ളത്? വെൽഡമെൻറ്റ് എന്ന് റെഫർ ചെയ്യുന്നുണ്ട്. സോ പിന്നീട് അടുത്ത പോയിൻ്റ് ഒക്കെ നമുക്കൊരു ഫിഗറിൻ്റെ സഹായത്തോടു കൂടി തന്നെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഇവിടെ പാർട്ട് ആർ ജോയിൻഡ് ആർ നൗൺ ആസ് പാരൻറ്റ് മെറ്റീരിയൽ. ദ മെറ്റീരിയൽ ആഡഡ് വിച്ച് ഹെൽപ്പ് ടു ഫോം ദ ജോയിൻറ്റ് ഈസ് കാൾഡ് ഫില്ലർ ഓർ കൺസ്യൂമബിൾ. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒന്നുമില്ല, എനിക്കിപ്പോൾ ഈ രണ്ട് മെറ്റീരിയലുകളെ തമ്മിലാണല്ലോ ജോയിൻ ചെയ്യിക്കേണ്ടത്. സോ ഈ രണ്ട് മെറ്റീരിയലുകളെ ബേസ് മെറ്റൽ എന്നോ അല്ലെങ്കിൽ പാരൻറ്റ് മെറ്റൽ എന്നോ ആണ് പറയുന്നത്. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യിക്കാൻ പോകുന്ന രണ്ട് മെറ്റീരിയലുകളെ കേട്ടോ. അപ്പം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ വെൽഡിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഈ മെറ്റീരിയലുകൾ തമ്മിൽ എന്ത് ചെയ്യണം? നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂവൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ ചെറുതായിട്ട് ചരിവൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, വെൽഡ് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ഇങ്ങനെ മെറ്റീരിയലിനെ വെൽഡ് ചെയ്യണം. നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടാണല്ലോ. അപ്പം അവിടെ ഈ രണ്ട് മെറ്റീരിയലുകളെ തമ്മിൽ ജോയിനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനെയാണ് ഫില്ലർ മെറ്റൽ എന്നോ അല്ലെങ്കിൽ കൺസ്യൂമബിൾ മെറ്റൽ എന്നോ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്തരത്തിൽ പറയുന്നത്. സോ അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ജോയിനിങ് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക് എന്താണ് ഇവിടെ പറയുന്നത്? സോ അപ്പോൾ ആദ്യം പറഞ്ഞത് അങ്ങനെ അത് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രണ്ട് പാർട്സുകളെ പാരൻ്റ് മെറ്റൽ എന്നും ആ മെറ്റീരിയലുകളെ തമ്മിൽ ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആ മെറ്റീരിയലിനെ ഫില്ലർ എന്നോ കൺസ്യൂമബിൾ എന്നോ ആയിരിക്കും പറയുന്നത്. പിന്നെ എന്താണ് കൺസ്യൂമബിൾ? ആ ഒരു കൺസ്യൂമബിൾ സാധാരണയായിട്ട് എന്താണ് ഈ പാരൻ്റ് മെറ്റീരിയലിൻ്റെ സിമിലാർ ആയിട്ടുള്ളൊരു കമ്പോസിഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ രണ്ട് മെറ്റീരിയലുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഈ മെറ്റീരിയൽ മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന് സമാനമായ മെറ്റീരിയൽ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഒരു കമ്പോസിഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഏകീകൃതമായിട്ടുള്ളൊരു വെൽഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവയെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഇവയും എന്താണ്? ഈ ജോയിൻ ചെയ്യിക്കുന്ന ഈ ഒരു മെറ്റീരിയലും എന്തായിരിക്കണം? അപ്പോൾ ഈ ഒരു കൺസ്യൂമബിൾ മെറ്റൽ ഉണ്ടല്ലോ, ഇതാണല്ലോ ഇവിടേക്ക് ഉരുകി ചേരുന്നത്. സോ അപ്പോൾ ആ ഒരു മെറ്റീരിയലും ഈ മെറ്റലിന് തന്നെ സമാനമായിരിക്കണം. നമ്മൾ ജോയിനിങ് ചെയ്യിക്കുന്ന മെറ്റലിന് സമാനമോ അല്ലെങ്കിൽ അതിനോട് അടുത്തോ നിൽക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കമ്പോസിഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഒരു ഏകീകൃത വെൽഡിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ബ്രിട്ടിൽ കാസ്റ്റ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വ്യത്യസ്ത കമ്പോസിഷനുകൾ, വ്യത്യസ്ത മിശ്രിതങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫില്ലർ മെറ്റൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം. ഇനി എന്താണ് ഇലക്ട്രിക് വെൽഡിംഗ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മെറ്റീരിയലുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ഒരു ഹീറ്റ് എനർജി, ഒരു താപ എനർജി ഉണ്ടായിരിക്കണം, ഒരു താപോർജ്ജം ഉണ്ടാവണം. സോ ഇവിടെ ഇലക്ട്രിക് വെൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അത് ഇലക്ട്രിസിറ്റിയിൽ നിന്നുമായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്വീകരിക്കുന്നുണ്ടാവും. ഇലക്ട്രിസിറ്റിയിൽ നിന്നും ഹീറ്റ് എനർജി ആയിട്ട് കൺവെർട്ട് ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ എ മീഡിയം മെറ്റീരിയൽസ് ജനറേറ്റഡ് ഹീറ്റ്. അതായത് മീഡിയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ പോയിന്റിൽ ഒരു വൈദ്യുതി വന്നിരിക്കുന്നു. ഈ പോയിന്റിലേക്ക് എനിക്കതിനെ എത്തിക്കണം. ഞാനൊരു എന്തെടുത്ത് വെച്ചിട്ട് ഒരു കോപ്പർ വയർ എടുത്ത് ഇവിടെ വെച്ചു. സോ ഇപ്പോൾ എനിക്കിതിനെ മീഡിയം എന്ന് പറഞ്ഞൂടെ? അഥവാ എന്തെന്ന് പറയാം, എനിക്കിതിനെ ഒരു ഇടയ്ക്ക് നിൽക്കുന്നതിനെ നമ്മൾ മീഡിയം എന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം വഴി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് കറണ്ട് പാസ് ആവുകയാണ് ചെയ്യുന്നത് ഹീറ്റ് എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ എ മീഡിയം മെറ്റീരിയൽ ഹീറ്റ് ജനറേറ്റ് ഹീറ്റ്, അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയാണ്. സോ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസസ് ത്രൂ ദ മീഡിയം, ആ ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ട്, എത്രത്തോളം എമൗണ്ട് കറണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ
ആ മീഡിയത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, ഓക്കെ, ഇനി ആ ഒരു മീഡിയത്തിൻ്റെ റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി ബൈ അഡ്ജസ്റ്റിംഗ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് സഫിഷ്യൻറ്റ് ഹീറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ടു മെൽറ്റ് മെറ്റലിനെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമുക്കിങ്ങനെ റെസിസ്റ്റൻസിനെയും കറണ്ടിനെയും ക്രമീകരിക്കുന്നത് വഴി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും കൂടെ നോക്കാം. ഇതൊരു മെറ്റീരിയലാണ്, ഓക്കെ, ഇതൊരു ഇലക്ട്രോഡാണ്. ഓക്കെ, സോ ഈ മെറ്റീരിയലിനും ഈ ഇലക്ട്രോഡിനും ഇടയിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രിക് ആർക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. ഒരു ഇലക്ട്രിക് ആർക്ക് എന്ത് ചെയ്യും, ബിറ്റ്വീൻ ദ എൻഡ് കോട്ടഡ് മെറ്റൽ ഇലക്ട്രോഡ്, ഈ കോട്ടഡ് മെറ്റലിൻ്റെ ഇലക്ട്രോഡിൻ്റെ എൻഡിനും ഈ ഒരു വർക്ക് പീസിൻ്റെയും ഇടയിലായിട്ട് ഒരു ഇലക്ട്രിക് ആർക്ക് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ അങ്ങനെ ഇതിങ്ങനെ ഓടുന്ന വഴി, അഥവാ ഈ ഇലക്ട്രോഡിനെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന വഴി ഇങ്ങനെ നമ്മൾ വെൽഡിങ് ചെയ്ത് പോകുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രമാത്രം. ഓക്കെ, ഇനി ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിങ് എക്യുപ്മെൻറ്റ് ടൂൾസ് ആക്സസറീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ വഴിയെ നമുക്കതൊക്കെ നോക്കാം. ഇതിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. ഇപ്പം ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക് കണ്ടില്ലേ, ഇവിടെ നിന്ന് കുറച്ച് ഒരു 2-3 ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കൂടി അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിന് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്